വളരെ പ്രധാനമായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുണ്ട്. ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആ ബെയ്റൂട്ടിലെ ആ ഒരു ഹെവി ബോംബാക്രമണത്തിൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഹസൻ നസറല്ലയെ ഇസ്രായേൽ ഇല്ലാതാക്കിയെന്നുള്ളത്. ചരിത്രത്തിൽ നടന്നിട്ടുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡൈവേർഷൻ ഓപ്പറേഷൻസ് ആയിരുന്നു ഇന്നലെ നടന്നത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു UN ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുവാൻ അദ്ദേഹം അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ ഓൾറെഡി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഈ ഒരു രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തണമെന്നുള്ളത്. അതായത് ബെയ്റൂട്ടിൽ ഹെസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടറിന് എതിരെ തന്നെ ആക്രമിക്കണമെന്നും, പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹു ഈ ഒരു സ്പീച്ച് കൊടുക്കുമ്പോൾ അത് കാണുവാൻ നസറല്ലയ്ക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ഇസ്രയേലി പൊളിറ്റിക്സ് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഹെസ്ബുള്ളയുടെ മറ്റ് ലീഡേഴ്സും പിന്നെ ചില ടോപ്പ് ഇറാനിയൻ ജനറൽസും ഉണ്ടായിരുന്നു അവരോടൊപ്പം ആ ബങ്കറിൽ. അപ്പോൾ നെതന്യാഹു അവിടെ ആ സ്പീച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹം ഇറാനായിരുന്നു വാർണിംഗ് കൊടുത്തത്. അതായത് ഈ സമയത്ത് ഇറാൻ ഏതെങ്കിലും രീതിയിൽ ഇസ്രയേലിനെ ആക്രമിക്കുന്ന രീതി വല്ലതും ചെയ്താൽ ഇസ്രയേൽ ശക്തമായിട്ടുള്ളത് തന്നെ അതിന് തിരിച്ചടിക്കുമെന്നുള്ളൊരു വാർണിംഗ് ആണ് കൊടുത്തത്. അപ്പോൾ ഇറാൻ എന്തായാലും റിസ്ക് ചെയ്തില്ല. കാരണം ഇറാൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങളാണ് അവരുടെ ആണവ പ്രോജക്ട്സും പിന്നെ അവരുടെ ഓയിൽ ഫെസിലിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇസ്രയേൽ ഫുൾ സ്കെയിൽ അറ്റാക്ക് ആയിരിക്കും പിന്നെ ലോഞ്ച് ചെയ്യുന്നത് ഇറാനെതിരെ. അതുകൊണ്ട് ആ ഒരു സ്പീച്ചൊക്കെ കണ്ട് നസറല്ലയും കൂട്ടരും ബങ്കറിലിരുന്നപ്പോൾ അവരറിഞ്ഞില്ല ഇത്രയും യുദ്ധവിമാനങ്ങൾ അവരെ ടാർഗറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇസ്രയേൽ ഇന്നലെ ഏകദേശം 85-90 ബങ്കർ പെനിട്രേറ്റിംഗ് ബോംബുകളാണ് ആ ലൊക്കേഷനിൽ, ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് അത്രയും ബോംബ്സ് ഇട്ടത്. ഓരോ ബോംബിനും 1.5 ടണ്ണാണ് ഭാരം. അപ്പോൾ ഉദ്ദേശം 85-90 ടൺ ബോംബുകളാണ് ഇന്നലെ ഇസ്രായേൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡിൽ ആ ഒരു ബിൽഡിങ്സ് എല്ലാം കേന്ദ്രീകരിച്ച്. കാരണം അതിൻ്റെ അടിയിലാണ് ഹെസ്ബുള്ളയുടെ HQ, അതിലുള്ളതായിരുന്നു നസറല്ലയും എന്ന് ഇവർക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ ഒരു സക്സസ്ഫുൾ ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു ഇസ്രായേലിന്. കഴിഞ്ഞ 25-30 വർഷങ്ങളായിട്ട് ഈ ഹെസ്ബുള്ള ഇസ്രായേലിനെതിരെ വളരെയധികം ഭീകരപ്രവർത്തനങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ 8-ാം തീയതി മുതൽ തന്നെ ഈ ഹമാസിൻ്റെ ഈ ആക്രമണം ഇസ്രായേലിനകത്ത് സംഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഹെസ്ബുള്ള ദിവസവും ഇങ്ങനെ 100 കണക്കിന് റോക്കറ്റുകൾ വടക്കേ ഇസ്രായേലിലോട്ട് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇസ്രായേൽ ഇത്രയും നാളും ഡിപ്ലോമസിയും ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിലെല്ലാം പങ്കുചേർന്നെങ്കിലും യാതൊരു വിധത്തിലും ഇവരുടെ റോക്കറ്റിൻ്റെ ഈ ഒരു ലോഞ്ചിങ് ഒന്നും ഹെസ്ബുള്ള കുറയ്ക്കുന്നില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇതൊരു സീസ് ഫയർ, അങ്ങനെ തന്നെയായിരുന്നു. ഈ ആഴ്ച ആദ്യം ഇസ്രായേലൊക്കെ പറഞ്ഞ് ഒരു സീസ് ഫയറിലേക്കുള്ള രീതിയിലൊക്കെയും വരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതെല്ലാം ഈ പാർട്ട് ഓഫ് ദിസ് ഡൈവേർഷൻ സ്ട്രാറ്റജി ആയിരുന്നു. ഒരർത്ഥത്തിൽ ഈ ഒരു ഓപ്പറേഷനിൽ നിന്ന് തന്നെ ആ ഒരു ശ്രദ്ധ അതിലേക്ക് എത്താതിരിക്കാൻ ഇസ്രായേൽ ചെയ്ത ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. എന്തായാലും ഒരു കാര്യം നമുക്ക് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഏറ്റവും ഉപരിയായി നമുക്കറിയാം ഇസ്രായേലിനെ കരുതുകയും ഇസ്രായേലിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് യഹോവയായ ദൈവമാണ്. ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അതുകൊണ്ട് ഇസ്രായേൽ ഓർത്ത് തുടർന്നും പ്രാർത്ഥിക്കുക. എന്തായാലും ഹമാസിന്റെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു റോക്കറ്റ് പോലും ഇസ്രായേലിലേക്ക് വരുന്നില്ല. ഹമാസിനെ ഏകദേശം തീർത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നടക്കുവാൻ സാധ്യതയുള്ളത് ലെബനോനിലേക്ക്, പ്രത്യേകിച്ച് സൗത്ത് ലെബനോനിലേക്ക് ഇസ്രായേൽ സൈന്യത്തെ അയക്കാനാണ് സാധ്യത. കാരണം ടാങ്ക്സും ആർമഡ് വെഹിക്കിൾസും സൈന്യവും എല്ലാം പോയി. ഹെസ്ബുള്ള അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ടണലുകളും പിന്നെ അവശേഷിക്കുന്ന രീതിയിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവയെല്ലാം ക്ലീനപ്പ് ചെയ്യണം. നേരത്തെ എല്ലാവരും ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ ലെബനോനിലെ ലിറ്റാനി റിവറിൻ്റെ മുകളിലോട്ടായിരിക്കണം എല്ലാ ആർമിയുടെയും സാന്നിധ്യം. അതായത് ലിറ്റാനി റിവർ തൊട്ട് ഇസ്രായേലിൻ്റെ വടക്ക് ബോർഡർ വരെ ഒരു ഡീമിലിറ്ററൈസ് സോൺ ആയിരിക്കണം. അപ്പോൾ ഇനി അത് നടപ്പാക്കാനായിരിക്കാം ഇസ്രായേൽ ഇനി അടുത്തത് ചെയ്യുന്നത്. എന്തായാലും ഇസ്രായേലിനെ വഹിച്ച് പ്രാർത്ഥിക്കുക. ഇത് നമുക്കറിയാം, ഇന്നലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ദ പിക്ചേഴ്സ്, വീഡിയോസ്, ക്ലിപ്സും ഓൾ ഇൻഫർമേഷൻ എല്ലാം തന്നെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോകുമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും പ്രൂഫ് സഹിതമുള്ള ഇൻഫർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ന്യൂയോർക്കിലെ ആ ഒരു UN ജനറൽ അസംബ്ലി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങിന് ശേഷം റഷ്യയുടെയും ഇറാൻ്റെയും ടർക്കിയുടെയും ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ ആ മീറ്റിങ്ങിൻ്റെ ആ ഫോട്ടോ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട്. ബൈബിൾ അറിയാവുന്നവർക്കറിയാം അത് എന്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നുള്ളത്.
ഇപ്പോൾ ഇറാൻ ഒരു രീതിയിലും ഡയറക്റ്റായിട്ട് പ്രതികരിക്കത്തില്ല. കാരണം ഇസ്രയേൽ ഇറാന്റെ ആ ഭരണകൂടത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ അറിയാം അവരുടെ പകരക്കാരെ വെച്ചൊന്നും ഇനി ഇസ്രയേലിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്ന പോലെ തന്നെ ഇറാൻ ഇനിയും റഷ്യയുടെയും ടർക്കിയുടെയും സഹായം എടുത്തായിരിക്കും അടുത്ത ആ ഒരു ഇസ്രയേലിനെതിരെയുള്ള അധിനിവേശത്തിന് വരുന്നത്. പക്ഷെ നമുക്കറിയാം അതെങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ളതെല്ലാം. അതെല്ലാം ഞാൻ നമ്മുടെ റെഗുലറായിട്ട് അപ്ഡേറ്റ്സിലെല്ലാം നമ്മൾ പങ്കുവെക്കുന്നതാണ്. അതുകൊണ്ട് കീപ് ഇസ്രയേൽ ഇൻ യുവർ പ്രേയേഴ്സ്. ഇസ്രയേലിനെ വായിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഇസ്രയേലിൽ നിന്ന് കാണുന്നവർ, നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവരുണ്ട്, ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളൊക്കെ തന്നെ ഉണ്ട്. അവരെയും വഹിച്ചുകൂടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പദ്ധതി മാത്രം നടപ്പിലാകട്ടെ. ദൈവജനത്തെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് സകല മഹത്വവും ദൈവത്തിന് മാത്രം. ലെബനോനിലും സിറിയയിലും പിന്നെ ഇറാഖിലുമൊക്കെയുള്ള സുന്നികൾ ഈ നസറല്ലയുടെ മരണത്തെ ഓർത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതും അവർ ബക്ലാവ സ്വീറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ അതെല്ലാം ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നെതന്യാഹു ഇപ്പോൾ അവരുടെ കണ്ണിലെല്ലാം ഹീറോയാണ്. എല്ലാവരും പറയും നെതന്യാഹു വലിയ ക്രിമിനലാണ്. നിങ്ങൾ ആ വീഡിയോസ് കാണണം. ഇറാഖിലും സിറിയയിലും ലെബനോനിലും ഒക്കെ ഉള്ള സുന്നികൾ അവരെല്ലാവരും ഇപ്പോൾ സെലിബ്രേഷൻ നടത്തുകയാണ്. കാരണം നസറല്ല എന്ന് പറയുന്ന ആ ഭീകരൻ ഇനി ഇല്ലല്ലോ. അപ്പോൾ കാര്യങ്ങളുടെ ആ യഥാർത്ഥ പിക്ചർ നാം മനസ്സിലാക്കണം. ഇസ്രയേലിനെ വഹിച്ച് പ്രാർത്ഥിക്കുക. ഇത് അന്ത്യകാലമാണ്. ടേക്ക് കെയർ. ഗോഡ് ബി വിത്ത് യു.